Hi guys, welcome back to our YouTube channel. നമ്മള് വിയറ്റ്നാം ട്രിപ്പിന് ശേഷം അതിപ്പോഴും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. എന്നാലും ആ ട്രിപ്പിന് ശേഷം നമ്മൾ പോകുന്ന വേറൊരു ട്രിപ്പാണ് മാമലക്കണ്ടത്തേക്ക്. ഇത് നമ്മൾ പോകുന്നത് ബൈജു ചേട്ടൻ്റെ റിസോർട്ടിലേക്കാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഞാൻ എടുക്കുന്നത് കൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫസ്റ്റ് മാമലക്കണ്ട പോവുക, രണ്ടാമത്തത് ബൈജു ചേട്ടൻ്റെ റിസോർട്ടിന് മാക്സിമം എൻ്റെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യും. അത് സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് വളരെയധികം ഉറപ്പുണ്ട്. ബിക്കോസ് ഞാനാണല്ലോ വ്ളോഗ് ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ എല്ലാ ഒരു ബ്യൂട്ടി കാണുന്ന എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തിട്ട് വ്ളോഗിൽ ഇടുന്നതായിരിക്കും. ബിക്കോസ് എൻ്റെ പ്രേക്ഷകരാണ് എൻ്റെ ബലം. ശ്രീ ഭയങ്കര സീരിയസ് ആയിട്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്റർനെറ്റിൽ കാണാം, ഇത് ഇന്റർനെറ്റിൽ കാണാം. നമ്മൾ കാട്ടിലേക്ക് എൻട്രി ചെയ്തു. എൻട്രൻസിലാണ്. എനിക്ക് വന്നപ്പോൾ ഉള്ള അത്ര എനർജി ഇപ്പോൾ ഇല്ല. ഇവിടെ പക്ഷെ ഐ വിൽ ബി ബാക്ക്. കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കുമ്പോൾ ശരി. മാമലക്കണ്ടത്തിന്റെ എൻട്രൻസിലേക്കാണ് പോകുന്നത്. ഒരു ഇങ്ങനെ പോകുന്ന വഴിയാണെന്നാണ് ശ്രീ പറയുന്നത്. നമുക്ക് നോക്കാം. നമ്മൾ കാട്ടിലൂടെയുള്ള ഒരു സഞ്ചാരമാണ്. ഞാൻ മാമലക്കണ്ടത്തിന് മുന്നേ ഒരു തവണ ഫ്രണ്ട്സ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അപ്പൊ ഈ വഴി അല്ലായിരുന്നു, അത് വേറെ ഏതോ ഒരു വഴിയായിരുന്നു. നമ്മൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കാം. അത്യാവശ്യം നല്ല കയറ്റമുണ്ട്. പക്ഷെ അന്ന് വന്നപ്പോ ഞങ്ങൾ ഇങ്ങനെ കേറിയില്ലല്ലോ. പിന്നെ എൻ്റെ പ്രേക്ഷകർ ഇത് കാണും. നിങ്ങളത് കേട്ടായിരുന്നു? ഒന്നും കൂടെ റിവൈൻഡ് അടിച്ചിട്ട് കേട്ടുന്നു. എന്നിട്ട് അതിനുള്ള റിപ്ലൈ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. അതിവിടെ ഇഷ്ടമില്ല. നമ്മുടെ ഫ്രണ്ടുള്ള ഒരു സ്കൂട്ടറുണ്ട്. എന്താണ്, ഞങ്ങള് അഡ്വഞ്ചറൊക്കെ തന്നെ പിടിച്ചു. ഞങ്ങൾ വെള്ളത്തിന്റെ ഇത് കൂടെയൊക്കെയാ പോയത്. വെള്ളത്തിന്റെ സെന്ററിൽ കൂടെയൊക്കെ പോയത്. എന്നിട്ട് ഒരു KSRTC ബസ് വെള്ളത്തിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെയൊക്കെ പോകണം നമ്മൾ കണ്ടു. ഇങ്ങനെ വേണം നമ്മൾ പോകാൻ. മല കണ്ടു ഗൈസ്. അതിൻ്റെ മുകളിലല്ല, അതിൻ്റെ കുറച്ച് താഴെ. അതാണ് ഗൈസ് ബൈച്ചേട്ടൻ. നമ്മൾ ചെറിയൊരു മുഖം കണ്ടുള്ളൂ, പക്ഷെ ആള് കുറച്ച് വലുതാണ്. ആ ചേട്ടനാണ് നോക്കി നടത്തുന്നത്. ഹെൽപ്പർ എല്ലാം ഫുള്ള്. മറ്റു ചേട്ടന് ഇപ്പോൾ ഓടിപ്പോയത് ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ്. ഓക്കേ ഓക്കേ, നമ്മളെത്തി, സ്ഥലത്തെത്തി. രാത്രിയാകുമ്പോൾ കുറേയും കൂടെ ക്ലിയർ ആയിട്ട് ലൈറ്റ് കാണാൻ പറ്റും. ഇനിയും കുറച്ചൊക്കെ ചെയ്യാനുണ്ട്. കുറച്ചെന്ന് വെച്ചാൽ ഇത് വേറെ. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പൂള്. ഇതാണ് പൂൾ പൂൾ പൂൾ. വീട്ടിലേക്ക് കയറാണ്. ഇതാണ് ഒരു ബെഡ്റൂം. ഇത് ഡൈനിങ് ഏരിയ. മിനി ഏതോ വാഷ്റൂം ആയിരിക്കണം.
ഇത് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇത് ഉണ്ടാക്കിയ വൈച്ചേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂ നമുക്ക് എടുക്കാം. എന്താണ് വൈച്ചേട്ടൻ പറയുന്നത്? ഇവിടെ ഒരു നടന്നു വരുന്നതാണ് വൈച്ചേട്ടൻ. ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ. ഞാൻ ഫസ്റ്റ് ഇറങ്ങി. നമ്മൾ അഡ്വഞ്ചർ ട്രിപ്പ് നമ്മൾ പോവാണ്. നമ്മൾ മുനിപ്പാറയിലാണ് പോകുന്നതെന്നാണ് പറയുന്നത് വൈച്ചേട്ടൻ. ഇവിടെ മുനികളൊക്കെ തപസ് ചെയ്ത സ്ഥലമാണ്. ഓഫ് റോഡ് എക്സ്പീരിയൻസ്. ചെറിയ ചെറിയ കുഴികൾ മാത്രമുള്ള ഓഫ് റോഡിലേക്കാണ് പോകുന്നത്. വളരെ ചെറിയ പാറകൾ മാത്രമുള്ള റോഡിൽ കൂടെ പോകും. ഇതാണ് മുനിപ്പാറ നൈറ്റ് വ്യൂ. ഇവിടെയാണ് മുനികൾ വന്നിട്ട് പായസം ഉണ്ടാക്കിയ സ്ഥലം. അല്ല, മുനികളല്ല പായസം ഉണ്ടാക്കിയത്, അവരിവിടെ തപസ്സിനാണ് വന്നത്. പക്ഷെ ഇവിടെ പാറയുടെ പായസം ഉണ്ടാക്കി. ഇവിടെ അപ്പം മഴ പെയ്യും. അതാണിത്. മനസ്സിലാവുന്നില്ല, പക്ഷെ ഇവിടെയാണ്. അപ്പം നമ്മൾ പൂളിലിറങ്ങാൻ പോവാം. തണുപ്പില്ലെന്നാണ് ശ്രീകുമാർ പറയുന്നത്. അത്രയും ഉണ്ട്. അപ്പോൾ എൻ്റെ കഴുത്ത് വരെ ഉണ്ടാവും ചിലപ്പോൾ, അല്ലേ? ഇല്ല. ഗുഡ്. അപ്പോൾ ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞ നേരത്തെ കിട്ടിയില്ല, ബിക്കോസ് ഫോൺ തട്ടിപ്പോയി. ഞങ്ങളിപ്പോൾ എവിടെ പോവാണ്? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മലേൻ്റെ മുകളിൽ ട്രക്കിങ്ങിന് പോവാണ്. ഇപ്രാവശ്യം വൈച്ചേട്ടനില്ല, വൈച്ചേട്ടൻ്റെ വേറെ ആരുമാണ് ഓർത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രക്കിങ്ങിന് പോവാണ്. നമ്മുടെ വണ്ടിയായിട്ട് ചേട്ടൻ വരുന്നുണ്ട്. നമ്മൾ ഇന്നലെ പോയ വണ്ടിയിലല്ല ഇന്ന് പോകുന്നത്. ഇതാണ് നമ്മുടെ വണ്ടി. ഇതൊരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് വളരെയധികം ഹൈറ്റുള്ളൊരു മലയുടെ മുകളിലേക്കാണ് ട്രക്കിംഗ്. ആണിത് വൺ ഓഫ് ദ ലോങ്ങസ്റ്റ് എന്തോ ആണ് ട്രക്കിങ്ങിൻ്റെ. ആൻഡ് ഇതെല്ലാം ചേട്ടന് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ചേട്ടനായിരുന്നു. ഇങ്ങനെ കുത്തനെല്ലാം നിർത്തി നമുക്ക് ഫീൽ ചെയ്യും നമ്മളിപ്പോൾ താഴ്ത്തി. ഈ പറന്ന് നടക്കുന്ന കിളികളെ കണ്ടു. ഇത് പറന്നിട്ടുണ്ടെങ്കിൽ മഴ പെയ്യുന്നതാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. നമ്മുടെ വണ്ടി അവിടെ ഇട്ടു. നമ്മൾ ഇത്രയും ഇറങ്ങി ഇവിടെ വന്നത് ഈ ഒരു വ്യൂ കാണാൻ. ഇവിടെ മറ്റേ എക്കോ വരുമോ? വളരെ സൂപ്പറായിട്ടുള്ളൊരു വാട്ടർഫാൾസിലേക്കാണ് നമ്മളിതിപ്പോൾ പോകുന്നത്. ആൻഡ് അതിലേക്കുള്ള വഴിയാണ് ഇത്. മഴക്കാലം ആകുമ്പോഴത്തേക്കും മൊത്തം ഈ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടേക്കുന്നില്ല, ഒരുപാട് ഇങ്ങനെ വെള്ളത്തിൻ്റെ നടുക്ക് കൂടെ ജീപ്പ് ഓടിക്കുന്ന ആ ഒരു സ്ഥലമാണിത്. അപ്പോൾ വേനലായത് കൊണ്ട്, ഞങ്ങൾ പോയ സമയത്ത് വേനലായതുകൊണ്ട് അധികം വെള്ളമൊന്നും ഉണ്ടായില്ല. ഒരു അടിപൊളി വ്യൂ ഒക്കെ ആയിരുന്നു. ഇറ്റ് വാസ് റിയലി ഗുഡ്. ഇപ്പോൾ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ബൈച്ചേട്ടൻ്റെ റിസോർട്ട് നോക്കി നടത്തുന്ന അവിടുത്തെ ഒരു ചേട്ടനാണ്. ആ ചേട്ടനാണ് നമ്മൾ ഈ ഒരു വാട്ടർഫാൾസിലേക്ക് കൊണ്ടുപോകുന്നത്. ബിക്കോസ് ഈ ഒരു സ്ഥലം അങ്ങനെ എല്ലാവർക്കും
വളരെ ഡീപ്പായിട്ട് ഉള്ളിലേക്ക് പോകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ എത്തണം എന്നാണെങ്കിൽ ഇവിടുത്തെ ഉള്ള ഒരാൾ തന്നെ ആയിരിക്കണം. സോ ഹി ടോൾഡ് ദാറ്റ് ഹി വിൽ അക്കംപനി us ഞാൻ അങ്ങനെ കൊണ്ടുപോകുന്നതാണ്. അടിപൊളിയാണ്. ഒരുപാട് നടക്കാനും ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു വേനൽക്കാലം ആയതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഇഫ് ഇറ്റ് വാസ് റെയിനി സീസൺ കുറച്ചും കൂടി അടിപൊളി ആയിരുന്നു എന്നാണ് ആ ചേട്ടൻ പറയുന്നത്. കുറേ വെള്ളമൊക്കെ ഒഴുകി നല്ല രസമാണ്, ഫുൾ പച്ചപ്പൊക്കെ ആയിട്ട്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറയാൻ ടൈമായി. ബൈജു ചേട്ടനില്ല, ബൈജു ചേട്ടൻ എവിടെയോ പോയി വന്ന്. അപ്പോൾ നമ്മൾ രണ്ടാളും ശ്രീകുമാർ എന്തോ ഒരു പുണ്യപ്രവൃത്തി ചെയ്തിട്ടാണ് വരുന്നത്. ഓ ഇങ്ങനെ വൈബോട് കൂടിയിട്ടുള്ള സ്റ്റേമാണ് നമുക്കുള്ളത്. ഇവിടിഞ്ഞ് കുറേ സ്റ്റേ ഒക്കെ വരും. പിന്നെ അതൊക്കെ എന്തോ ഇനി കുറച്ച് പണികളൊക്കെ ഇവിടെ അറ്റകുറ്റപ്പണികളൊക്കെ തീരാനുണ്ട്. റെസ്റ്റ് എല്ലാം സൂപ്പറായിരുന്നു, സൂപ്പറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ് ബൈച്ചേട്ടൻ്റെ റിസോർട്ടിൽ നിന്ന്. അപ്പോൾ സൈൻ ഓഫാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളി സ്ഥലമാണ്. പിന്നെ ട്രക്കിങ് ഏതാണ് എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയതല്ലേ, ഏറ്റവും ഹൈറ്റ് ഉള്ള ട്രക്കിംഗ് ആണ്. ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നു. അടിപൊളിയാണ്, സൂപ്പർ, ഒന്നും പറയില്ല. സ്റ്റേയും ഒക്കെ പൊളി. ഞാൻ എന്താ പറയണ്ട, ഇനിയും കണ്ണുകൂട്ടുന്നവരെ മാമല കണ്ടെത്തുന്ന ഗുഡ് ബൈ.